അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. എല്ലാവർക്കും വീണ്ടും HP നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നഹ്വിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയായ ഹാലിനെ കുറിച്ചാണ്. ഹാല് എന്നത് ധാരാളം പരീക്ഷകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ അതുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകും. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം ഹാൽ എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷനിലൂടെ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തൽക്ഷണം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹാൽ എന്ന് പറഞ്ഞാൽ അൽ ഹാൽ ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു ഹൈഅത്ത മാ ഖബ്ല ഈ സ്വാഹിബുൽ ഹാൽ ഹീന വുഖൂഇൽ ഫിൽ. ഹാല് നസ്ബുള്ള ഇസ്മാണ് യുബയ്യനു ഹൈഅത്ത മാ ഖബ്ല മുമ്പുള്ളതിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കുന്ന, അതായത് സ്വാഹിബുൽ ഹാൽ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കുന്ന. എപ്പോൾ? ഹീന വുഖൂഇൽ ഫിൽ, ഒരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ ആ സ്വാഹിബുൽ ഹാലായിട്ട് ഏതിനെയാണോ വ്യക്തമാക്കുന്നത് അതിനാണ് സ്വാഹിബു ഹാൽ എന്ന് പറയുക. അതിൻ്റെ അവസ്ഥ അതൊന്നെങ്കിൽ ഫായിലാകാം, അല്ലെങ്കിൽ മഫ്ഊലാകാം, അല്ലെങ്കിൽ നായിബ് ഫായിലാകാം, മുബത്തദയാകാം, ഖബറാകാം, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ ഏതിനെ അവസ്ഥയാണോ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒന്നിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കുന്ന നസ്ബുള്ള ഇസ്മിനാണ് ഹാല് എന്ന് പറയുക. അപ്പോൾ അവിടെ ഉദാഹരണം കൊടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ജാ അൽ മദ്ലൂമു ബാക്കിയൻ, ആക്രമിക്കപ്പെട്ടവൻ കരഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ആക്രമിക്കപ്പെട്ടവൻ വരികയാണ്. വരുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ടവൻ്റെ അവസ്ഥയെ വ്യക്തമാക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം വരുന്നത്? ബാക്കിയൻ, കരയുന്നവനായിട്ട് വരികയാണ്. അവിടെ മദ്ലൂം എന്ന ഫാഇൽ നിന്ന് ഹാലായിട്ടാണ് അത് വന്നത്. അപ്പോൾ സ്വാഹിബുൽ ഹാൽ എന്ന് പറയുന്നത് മദ്ലൂമാണ്. ബാക്കിയൻ എന്നുള്ള ആ റെഡ് കളറിലുള്ളതാണ് ഹാൽ. അത് മൻസൂബായ ഇസ്മാണ്. ബിഅ്തു തുഫാഹ നാളിജൻ, ഞാൻ ആ തുഫാഹൊക്കെ നല്ല പാകമായ പഴുത്ത് പാകമായ തുഫാഹൊക്കെ വിറ്റു. അപ്പം ഞാൻ തുഫാഹിനെ ആപ്പിളിനെ വിൽക്കുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ പറയാണ് അത് നല്ല പാകമായതായിരുന്നു. അത് സ്വാഹിബുൽ ഹാൽ അവിടെ തുഫാഹാണ്, നാളിജൻ എന്നതാണ് ഹാല്. ആ സ്വാഹിബുൽ ഹാൽ മഫ്ഊലാണ്. അപ്പം മഫ്ഊലോ അല്ലെങ്കിൽ ഫായിലോ അല്ലെങ്കിൽ നായിബ് ഫായിലോ ഒക്കെ വരാം സ്വാഹിബുൽ ഹാലായിട്ട്. അങ്ങനെ അതിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കാൻ വേണ്ടി വരുന്ന നസ്ബുള്ള ഇസ്മിനാണ് ഹാല് എന്ന് പറയുക. ഹാല് 5 തരത്തിൽ, 3 തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ 5 തരത്തിൽ വിശദീകരിച്ച് പറഞ്ഞാൽ ഹാല് വരാം. അതായത് മുഫ്രദായിട്ട് വരാം, ജുംലയായിട്ട് വരാം, ഷിബ്ഹ് ജുംലയായിട്ട് വരാം. ഇതാണ് 3ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ മുഫ്രദായിട്ട് വരാം എന്നുള്ളതൊന്ന്, ജുംലയായിട്ട് വരാം എന്നുള്ളത് ഇസ്മിയായ ജുംലയുമാകാം ഫിഅലിയായ ജുംലയുമാകാം. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ലർഫോ അല്ലെങ്കിൽ ജാറു മജ്റൂറോ ആണ്. അങ്ങനെ ടോട്ടൽ മുഫ്രദായിട്ടും ഇസ്മിയായ ജുംലയായിട്ടും ഫിഅലിയായ ജുംലയായിട്ടും ലർഫായിട്ടും ജാറു മജ്റൂറായിട്ടും ഹാല് വരാവുന്നതാണ്. മുഫ്രദായിട്ട് വരുന്നതിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക, ജമ്മോ തസ്നിയ അല്ലാത്ത മുഫ്രദ് എന്നല്ല അർത്ഥം. ജുംലയോ ഷിബ്ഹ് ജുംലയോ അല്ലാത്തത്, അതാണ് മുഫ്രദായിട്ട് ഹാല് വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹാല് ജമ്മായിട്ട് വരാം, തസ്നിയായിട്ട് വരാം, അതൊക്കെ മുഫ്രദിൻ്റെ ഗണത്തിലാണ് വരിക. മുഫ്രദ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ജുംല ആയിരിക്കും അല്ലെങ്കിൽ ഷിബ്ഹ് ജുംല ആയിരിക്കും. അപ്പോൾ ജാഅത്ത് ത്വാലിബു ലാഹിക്കൻ, വിദ്യാർത്ഥി വന്നു, ലാഹിക്കൻ ചിരിക്കുന്നവനായ സ്ഥിതിയിൽ, ചിരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി വരുന്നത്. വിദ്യാർത്ഥി വരുന്ന അവസ്ഥയെ പറയാണ് ലാഹിക്കൻ. അതൊക്കെ നേരത്തെ പറഞ്ഞ ഇസ്മുൻ മൻസൂബുൻ യുബയ്യനു ഹൈഅത്ത് സ്വാഹിബി എന്ന് പറയുന്ന യോജിച്ച പദമാണ്. ജാഅത്ത് ത്വാലിബാനി, 2 വിദ്യാർത്ഥികൾ വന്നു. അപ്പോൾ ലാഹിക്കൈനി എന്നായി. അപ്പോൾ സ്വാഹിബുൽ ഹാലിനനുസരിച്ച് കൊണ്ട് ഹാലും തസ്നിയയും ജമ്മും ഒക്കെ ആവും എന്നതും കൂടി ശ്രദ്ധിക്കുക. ജാഅത്ത് തുല്ലാബു ലാഹിക്കീൻ, വിദ്യാർത്ഥികൾ വന്നു ലാഹിക്കീൻ ചിരിക്കുന്നവരായ സ്ഥിതിയിൽ. ഇത് ഒന്നാമത്തത് മുഫ്രദായിട്ടാണ്, രണ്ടാമത്തെ തസ്നിയായിട്ടാണ്, മൂന്നാമത്തെ ജമ്മായിട്ടാണ്. ഇതെല്ലാം ഹാല് മുഫ്രദായി വന്നതിൻ്റെ ഗണത്തിലാണ്. കാരണം ഇതൊന്നും ജുംലയോ ഷിബ്ഹ് ജുംലയോ അല്ലാത്തതാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കുക, സ്വാഹിബുൽ ഹാൽ മുഫ്രദാണെങ്കിൽ ഹാല് മുഫ്രദായിരിക്കും, സ്വാഹിബുൽ ഹാൽ തസ്നിയാണെങ്കിൽ ഹാല് തസ്നിയായിരിക്കും, സ്വാഹിബുൽ ഹാൽ ജമ്മാണെങ്കിൽ ഹാല് ജമ്മായിരിക്കും. അതുപോലെ സ്വാഹിബുൽ ഹാൽ മുഅന്നസ് ആണെങ്കിലും ഹാല് മുഅന്നസ് ആയിരിക്കും. ആ രൂപത്തിൽ യോജിച്ചുകൊണ്ട് പറയുകയും വേണം. എന്താ ത്വാലിബത്താണെങ്കിൽ ജാഅത്തി ത്വാലിബത്തു ലാഹിക്കത്തൻ,
ജാഅത്തി ത്വാലിബത്താനി ലാഹിക്കത്തൈനി, ജാഅത്തി ത്വാലിബാത്തു ലാഹിക്കാത്തിൻ. ഇപ്പോൾ ത്വാലിബത്ത് എന്ന് വന്നപ്പോൾ ലാഹിക്കത്ത് എന്ന് വന്നു, ത്വാലിബത്താനി ആയപ്പോൾ ലാഹിക്കത്തൈനി വന്നു, ത്വാലിബാത്ത് എന്ന് ജമ്മാക്കിയപ്പോൾ ലാഹിക്കാത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ മുഅന്നസിനനുസരിച്ച് കൊണ്ട് മുഅന്നസ് ആക്കുകയും തസ്നിയ ജമ്മിനനുസരിച്ച് കൊണ്ട് ജമ്മും തസ്നിയയും ആക്കുകയും ഒക്കെ ഹാലിനെ ചെയ്യും. അതോടൊപ്പം ഇതെല്ലാം ജുംലയോ ശിബ്ഹ് ജുംലയോ അല്ലാത്തതുകൊണ്ട് മുഫ്രദായിട്ട് വന്ന ഹാലിൻ്റെ ഗണത്തിലാണ് വരികയും ചെയ്യുക. ഹാല് ജുംലയായിട്ട് വരാം. ജുംലയായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഇസ്മിയായ ജുംലയുമാകാം ഫിഅലിയായ ജുംലയുമാകാം. ഇസ്മിയായ ജുംല ഹാലായി വന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സ്ലൈഡിലുള്ളത്. അക്കല ഫരീദുൻ വഹുവ ജൗആൻ, ഫരീദ് ഭക്ഷണം കഴിച്ചു, വഹുവ ജൗആൻ അവൻ വിശക്കുന്നവനായ സ്ഥിതിയിൽ. അപ്പോൾ വിശപ്പുള്ളവനായ സ്ഥിതിയിൽ അയാൾ ഭക്ഷണം കഴിച്ചു. അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫരീദിൻ്റെ അവസ്ഥയെ പറയാണ് വഹുവ ജൗആൻ എന്ന് പറയുന്ന ഹുവ എന്ന മുബ്തദയും ഖബറും കൂടിയ ആ ഇസ്മിയായ ജുംല അവിടെ ഹാലായിട്ടാണ് വന്നത്. അദ്ദൽ മുഅ്മിനൂന സ്വലാത്ത കുലൂബുഹും ഖാശിഅ, മുഅ്മിനീങ്ങൾ അവരുടെ നിസ്കാരം നിർവഹിച്ചു, അവരുടെ ഹൃദയം നല്ല ഭയഭക്തി ഉള്ളതായ ഖുശൂ ഉള്ളതായ സ്ഥിതിയിൽ. അപ്പോൾ അവർ നിസ്കാരത്തെ നിർവഹിക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥ പറയാണ് അവരുടെ ഹൃദയം നല്ല ഖുശൂ ഉള്ളതായിരുന്നു. അപ്പോൾ കുലൂബുഹും എന്ന് പറയുന്ന മുബ്തദയും ഖാശി എന്ന് പറയുന്ന ഖബറും ചേർന്ന ജുംല, ആ ഇസ്മിയായ ജുംല ഹാലായിട്ടാണ് വന്നത്. അതുപോലെ ഫിഅലിയായ ജുംലയും ഹാലായിട്ട് വരാം. അതിന് ഉദാഹരണമാണ് ഇതിലുള്ളത്. അഅജബ്തു ബിൽ മുഅല്ലിമി യശ്റഹു ദർസ, അഅജബ്തു ഞാൻ അത്ഭുതപ്പെട്ടു ബിൽ മുഅല്ലിമി ആ അധ്യാപകനെ വല്ലാതെ എനിക്ക് അത്ഭുതം ഉണ്ടാക്കി. എങ്ങനെയുള്ള അധ്യാപകനാണ്? യശ്റഹു ദർസ പാഠം വിശദീകരിക്കുന്ന ഷറഹ് ചെയ്യുന്ന അധ്യാപകനെ എനിക്ക് വല്ലാതെ അത്ഭുതം ഉണ്ടാക്കി. അപ്പോൾ അത്ഭുതപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ പറയാണ് യശ്റഹു ദർസ എന്നുള്ളത്. അബ്സർതു ത്വാഇറ, അതുപോലെ പക്ഷിയെ ഞാൻ കണ്ടു, തഹ്ലുഖു ഫിസ്സമായി ആകാശത്തിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പക്ഷിയെ കാണുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ പറയാണ് തഹ്ലുഖു ഫിസ്സമായി എന്നുള്ള ജുംല. അപ്പോൾ യശ്റഹു ദർസ എന്നതൊരു ഫിഅലിയായ ജുംലാണ്. യശ്റഹു എന്നുള്ളത് ഫിഅലാണ്, അതിൽ ഫായിൽ ലമീറുണ്ട്. അദ്ദർസ എന്നത് മഫ്ഊലാണ്. തഹ്ലുഖു എന്നത് ഫിഅലാണ്, അതിൽ ഫായിൽ ലമീറുണ്ട്. ഫിസ്സമായി എന്ന ജാറു മജ്റൂർ. അപ്പോൾ തഹ്ലുഖു ഫിസ്സമായി എന്നുള്ളതും യശ്റഹു ദർസ എന്നുമുള്ള ഫിഅലിയായ ജുംല അവിടെ ഹാലായിട്ട് വന്നതിന് ഉദാഹരണമാണിത്. ജുംല ഹാലായിട്ട് വരുമ്പോൾ അത് ഇസ്മിയായ ജുംലയാകട്ടെ അല്ലെങ്കിൽ ഫിഅലിയായ ജുംലയാകട്ടെ ഹാലായിട്ട് വരുമ്പോൾ അവിടെ 3 നിബന്ധനകളുണ്ട്. യുഷ്തർതു ഫിൽ ജുംലത്തിൽ ഹാലിയത്തി സലാസത്തു ഷുറൂത്തിൻ, 3 നിബന്ധനകളുണ്ട് ഹാലായിട്ട് ജുംല വരുമ്പോൾ. ഒന്ന്, അൻ തക്കൂന ജുംലത്തൻ ഖബരിയത്തൻ, ഹാലായി വരുന്ന ജുംല ഖബരിയായ ജുംല ആയിരിക്കണം. ഒരിക്കലും ഇൻഷാഇയായ ജുംല തൊലബ് പോലെയുള്ളതൊന്നും ഹാലായിട്ട് വരൂല. 2, അൻ തക്കൂന ഗൈറ മുസദ്ദറത്തിൻ ബി അലാമത്ത് ഇസ്തിഖ്ബാൽ, ആ ഹാലായിട്ട് വരുന്ന ജുംലയിൽ ഇസ്തിഖ്ബാലിൻ്റെ അടയാളങ്ങൾ, സൗഫ പോലത്തെ പദങ്ങൾ, അങ്ങനെയുള്ള മുസ്തഖ്ബലിനെ സൂചിപ്പിക്കുന്ന പദങ്ങളൊന്നും ഉള്ളതാവാൻ പാടില്ല. 3, അൻ തഷ്തമില അല റാബിത്തത്തിൻ യർബിത്തുഹാ ബി സ്വാഹിബുൽ ഹാൽ, സ്വാഹിബുൽ ഹാലുമായി ബന്ധിപ്പിക്കുന്ന, സ്വാഹിബുൽ ഹാലിലേക്ക് മടങ്ങുന്ന ഏതിനെയാണോ അവസ്ഥയെ വ്യക്തമാക്കുന്നത് അതിനാണല്ലോ സ്വാഹിബുൽ ഹാൽ എന്ന് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞു. അതിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. ഈ 3 കണ്ടീഷനുകൾ ഹാലായിട്ട് ജുംല വരുമ്പോൾ ഒരു റാബിത്ത ഉണ്ടാവണം, അലാമത്തുൽ ഇസ്തിഖ്ബാൽ ഉണ്ടാവരുത്, ഖബരിയായ ജുംല ആവണം എന്നത് നിർബന്ധമാണ്. റാബിത്ത വേണമെന്ന് പറഞ്ഞു. എന്തൊക്കെ റാബിത്തയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷനായിട്ട് എന്തൊക്കെ വരാമെന്നുള്ളതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ആ റവാബിത്തുകൾ ഒന്നെങ്കിൽ ആ ലമീറു ഫഖത്ത്, ഹാലായിട്ട് വരുന്ന ജുംലയിൽ ഒരു ലമീറായിരിക്കും റാബിത്തയായിട്ട് വരിക. ഖുർആനിൽ വന്നിട്ടുണ്ട് വജാഉ അബാഹനു ഇശാഅൻ യബ്കൂൻ, അവർ വൈകുന്നേരം പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു, യൂസുഫ് നബിയുടെ സഹോദരന്മാർ, യബ്കൂൻ കരയുന്നവരായ സ്ഥിതിയിൽ. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവരുടെ അവസ്ഥയെ വ്യക്തമാക്കുന്ന ജുംലയാണ് യബ്കൂൻ എന്നുള്ളത്. അത് ഹാലാണ്. അവിടെ യബ്കൂൻ എന്നതിൽ ലമീർ ഹും എന്ന ലമീറുണ്ട്. ആ ഹും എന്ന ലമീർ മടങ്ങുന്നത് ജാഉ എന്ന അവരിലേക്കാണ്. അങ്ങനെ ഒരു ലമീർ വേണം റാബിത്തായിട്ട്. ഇനി അല്ലെങ്കിൽ അൽ വാവ് ഫഖത്ത്, ചില സ്ഥലത്തിൽ റാബിത്തയായിട്ട് വാവാണ് കൊടുക്കുക. ആ വാവിന് വാവുൽ ഹാല് എന്നാണ് പറയുകയും ചെയ്യുക. ലഇൻ അകലഹു ദിഹ്ബു വ നഹ്നു ഉസ്ബത്തുൻ ഇന്നാ ഇദൻ ലഖാസിറൂൻ,
പിതാവിനോട് യൂസുഫ് നബി കൊണ്ടുപോകാൻ യാക്കൂബ് നബിയോട് സഹോദരന്മാർ ആവശ്യപ്പെടുന്ന രംഗമുണ്ട് തങ്ങളുടെ കൂടെ കൊണ്ടുപോകാനും. അപ്പോൾ അവർ പറയുന്നുണ്ടല്ലേ, ഇൻ അക്കലഹു ദിബു, ചെന്നായെങ്ങാൻ യൂസുഫ് നബിയെ ഭക്ഷിക്കുകയാണെങ്കിൽ വ നഹ്നു ഉസ്ബ, ഞങ്ങളൊരു സംഘം ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ഞങ്ങൾ ഉണ്ടായിരിക്കുക, എന്നിട്ടും യൂസുഫ് നബി അങ്ങനെ ഭക്ഷിച്ചാൽ ഇന്നായതല്ല ഖാസിറു എന്ന് പറയുന്നുണ്ട്. അവിടെ നഹ്നു ഉസ്ബത്തുൻ എന്ന ജുംല, ആ മുബ്തദയും ഖബറും കൂടിയ ഇസ്മിയായ ജുംല ഹാലാണ്. അവിടെ വാവ് വന്നിട്ടുണ്ട്, അതാണ് അവിടുത്തെ റാബിത്തായിട്ട് വന്നത്. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അൽ വാവു വൽ ലമീറുമ, രണ്ടും കൂടി വരാം. ചില സ്ഥലത്ത് ലമീറും വാവും കൂടി വരാം. ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട് ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫ്, അവരവരെ നാട്ടിൽ നിന്ന് പുറത്താവുകയാണ്, അവർ ആയിരക്കണക്കിന് ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾ. അവിടെ വഹും ഉലൂഫുൻ എന്നുള്ളത് ഖറജൂ എന്നതിലുള്ള ഫായിൽ നിന്നുള്ള ഹാലാണ്. അവർ ആ ജുംല ഹാലായിട്ട് വന്നപ്പോൾ അവിടെ എന്തുണ്ട്? ഹും എന്ന ലമീറുമുണ്ട്, അതോടൊപ്പം വാവുമുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി ഒരുമിച്ചും വരാം. അങ്ങനെ ഹാലായിട്ട് വരുന്ന ജുംലയിൽ റാബിത്ത് നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ റാബിത്ത ഒന്നെങ്കിൽ ലമീറാവാം, സ്വാഹിബുൽ ഹാലിലേക്ക് മടങ്ങുന്ന, അല്ലെങ്കിൽ ഹാലിൻ്റെ വാവാകാം, അല്ലെങ്കിൽ രണ്ടും കൂടി വരാം. അതിനുള്ള ഉദാഹരണങ്ങളുമാണ് പറഞ്ഞത്. അതുപോലെ പറഞ്ഞിരുന്നു മുഫ്രദാകാം, ജുംലയാകാം, ജുംല തന്നെ ഇസ്മിയായ ജുംലയും ഫിഅലിയായ ജുംലയും, അതുപോലെ ഷിബ്ഹ് ജുംലയും ഹാലായിട്ട് വരാം. ഷിബ്ഹ് ജുംല എന്ന് പറയുന്നത് ലർഫോ ജാറു മജ്റൂറാണ്. ഇവിടെ ലർഫ് ഹാലായി വന്നതിന് ഉദാഹരണമാണ് ഷാഹത്തുൽ ഇമാമ ഫൗക്കൽ മിമ്പരി, ഇമാമിനെ ഞാൻ മിമ്പറിന് മുകളിൽ കണ്ടു. അപ്പം ഞാൻ ഇമാമിനെ കാണുന്ന സമയത്ത് ഇമാമിൻ്റെ അവസ്ഥ പറയാണ് ഫൗക്കൽ മിമ്പരി ആയിരുന്നു. ത്വല അൽ ബദറു ബൈന സഹാബി, ആ ബദർ ഉദിച്ചു, ഉദിക്കുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ പറയാണ് ബൈന സഹാബി, മേഘത്തിനിടയിൽ എന്ന്. അപ്പോൾ ഈ ലർഫ് എന്താണ്? ഫൗക്ക എന്ന ലർഫും അതിൻ്റെ മുലാഫുൻ ഇലൈഹിം ചേർന്ന ഷിബ്ഹ് ജുംല ഇവിടെ ഹാലായിട്ടാണ് വന്നത്. അതുപോലെ ജാറു മജ്റൂർ, അത് ഷിബ്ഹ് ജുംല എന്ന് പറയുന്ന മറ്റൊന്നാണ് ജാറു മജ്റൂർ, അതും ഹാലായിട്ട് വരും. അതിനുദാഹരണമാണ് ഇവിടെ ഉള്ളത് യുക്കഫിനുൽ മുസ്ലിമൂന ഷഹീദ ഫീ തൗബിഹി, മുസ്ലിമീങ്ങൾ രക്തസാക്ഷിത്വം വഹിച്ച ആളെ അയാളുടെ വസ്ത്രത്തിൽ തന്നെ എന്താക്കും? കഫൻ ചെയ്യും. അപ്പം മുസ്ലിമീങ്ങൾ അവരെ കഫൻ ചെയ്യുന്ന സമയത്ത് അവരുടെ അവസ്ഥ പറയുകയാണ് ഫീ തൗബിഹി, അവരുടെ വസ്ത്രത്തിൽ, ഷഹീദിൻ്റെ തന്നെ വസ്ത്രത്തിൽ. റഅയ്തു ത്വാഇറ ഫിൽ ഖഫസി, പക്ഷിയെ ഞാൻ കൂട്ടിൽ കണ്ടു. അപ്പം ഞാൻ പക്ഷിയെ കാണുന്ന സമയത്ത് പക്ഷിയുടെ അവസ്ഥ പറയാണ് ഫിൽ ഖഫസിൽ, അത് കൂട്ടിലായിരുന്നു എന്ന ഹാല് വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ ഷിബ്ഹ് ജുംല അല്ലെങ്കിൽ ലർഫോ ജാറ് മജ്റൂറോ ഹാലായിട്ട് വരാം. അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്തഖിറൻ എന്നത് അവിടെ സങ്കല്പിച്ചു, അത് കളയപ്പെട്ടതാണ്, അതാണ് ഹാലായിട്ട് വന്നത് എന്നൊരു കൂട്ടർ പറയുമ്പോൾ, അല്ല ഫീ സൗബിഹി എന്നതോ അല്ലെങ്കിൽ ഫൗക്കൽ മിമ്പരി പോലത്തെ ലർഫോ ജാറ് മജ്റൂറോ ആ ഷിബ്ഹ് ജുംലയാണ് ഹാല് എന്ന് പറയുന്ന കൂട്ടരുമുണ്ട്. അപ്പം മുസ്തഖിറൻ എന്നാണെങ്കിൽ റഅയ്തു ത്വാഇറ മുസ്തഖിറൻ ഫിൽ ഖഫസി എന്നവിടെ ഉണ്ടാകും. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് തന്നെയാണെങ്കിലും ആ ജാറ് മജ്റൂറോ അല്ലെങ്കിൽ ലർഫോ അത് ഷിബ്ഹ് ജുംല അവിടെ ഹാലായി വന്നതിൻ്റെ ഉദാഹരണവുമാണ്. ഹാലി എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് ഏതൊക്കെ രൂപത്തിൽ വരാമെന്നും മുഫ്രദായിട്ട്, അതായത് ജുംലയോ ഷിബ്ഹ് ജുംലയോ അല്ലാത്ത രൂപത്തിലും, അതുപോലെ ജുംലയായിട്ട് ഇസ്മിയായ ജുംലയായിട്ടും ഫിഅലിയായ ജുംലയായിട്ടും, അതുപോലെ ഷിബ്ഹ് ജുംല ലർഫായിട്ടും ജാറു മജ്റൂർ ആയിട്ടൊക്കെ വരാമെന്നും അതിനുള്ള ഉദാഹരണങ്ങളും അതിൻ്റെ നിബന്ധനകളും എന്തൊക്കെയാണെന്നുള്ള ചുരുങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നിങ്ങൾ അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുണർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വ അഖ്തതിമു കലാമി ബിഹാദ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.